വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഭാവഞ്ചകനായ യൂദാസാണ് മാർ പാംപ്ലാനി എന്ന് എറണാകുളത്തെ വിശ്വാസികൾ. അവർക്ക് മറുപടിയായി എന്നെ പേടിപ്പിക്കുവാൻ നോക്കണ്ട, ഞാൻ കണ്ണൂർകാരനാണ്, ഞാൻ കണ്ണൂർ ബിഷപ്പാണെന്ന് മാർ പാംപ്ലാനി വിശ്വാസികൾക്ക് മറുപടി നൽകുന്നു. വളരെ നാടകീയമായ കാര്യങ്ങളാണ് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സഭ അനുഷ്ഠിക്കുവാൻ പറയുന്ന പരിശുദ്ധ ബലിയർപ്പണം മാർപ്പാപ്പ നേരിട്ട് വന്ന് എറണാകുളത്തെ സഭാ വിശ്വാസികളോടും വൈദികരോടും മെത്രാന്മാരോടും നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞ കാര്യം അതേപടി നിവർത്തിച്ചു കിട്ടുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളോടാണ് മാർ പാംപ്ലാനി പറയുന്നത്, എന്നെ പേടിപ്പിക്കുവാൻ നോക്കണ്ട, ഞാൻ കണ്ണൂർകാരനാണ്. അതേ പാംപ്ലാനിക്ക് വിശ്വാസികൾ കൊടുക്കുന്ന മറുപടിയാണ്, മാർ പാംപ്ലാനി നിങ്ങൾ യൂദാസാണ്, വഞ്ചകനാണ്, സഭയുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്ന ആളാണെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന എറണാകുളത്തെ വിശ്വാസികളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. നമുക്ക് കാണാം എന്താണ് ശരിക്ക് സഭയുടെ അരമനയിൽ അല്ലെങ്കിൽ എറണാകുളം മെത്രാസന മന്ദിരത്തിൽ മാർ പാംപ്ലാനിയും വിശ്വാസികളും തമ്മിൽ നടന്നത് എന്ന് നമുക്ക് കാണാം. ഇതാ ആ ഭാഗങ്ങളിലേക്ക്. ഞങ്ങളിപ്പോ മനസ്സിലാക്കുന്നത് ഇവിടെ ഇതിന്റെ അകത്ത് കയറി തമ്മാടിത്തരം കാണിച്ച ഒരച്ഛന്മാർക്ക് ഒരാക്ഷേപിക്കുന്നത് അതങ്ങനെ ഒരു പ്രശ്നം. രണ്ടാമത് ഒരു സമവായം എന്ന് പറഞ്ഞ കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ആൾക്കാർക്ക് അംഗീകരിക്കും. നിങ്ങൾക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുമോ? പിതാവ് അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഒരാൾ പറയട്ടെ. ഒരു കാര്യം ഞാൻ ആരംഭത്തിൽ പറഞ്ഞേക്കാം, ഇങ്ങനെ ഒച്ചയെടുത്ത് എന്നെ ഭയപ്പെടുത്താമെന്ന് ആരും തെറ്റില്ല. പിതാവ് ഞങ്ങൾ മര്യാദ ഒന്നും പഠിപ്പിക്കണ്ട. ആദ്യം പിതാവ് എന്താണെങ്കിൽ പറയും. പിതാവ് പറയട്ടെ. ഞങ്ങളെ കണ്ടും മടുത്തിട്ടാണ് പിതാവ്. 2-3 വർഷമായി പള്ളിയിൽ പോയിട്ട്. 2-3 വർഷമായി പള്ളിയിൽ പോയിട്ട് പറയട്ടെ. നമ്മൾ കാണുന്നു വളരെ രസകരമായ ചർച്ചകളാണ് അല്ലെങ്കിൽ വാഗ്വാദങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വിശ്വാസികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുവാനോ ഭയപ്പെടുത്തുവാനോ അല്ല വരുന്നത്, ഞങ്ങൾ സഭാവിശ്വാസികളാണ്, സഭയോടൊപ്പം നിൽക്കുന്നവരാണ്. നിങ്ങൾ തന്നെ നടപ്പിലാക്കിയ ഏകീകൃത ബലിയർപ്പണം വേണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നില്ല. അപ്പോൾ മാർ പാംപ്ലാനി പറയുന്നത്, എനിക്ക് പേടിയില്ല, എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, ഞാൻ കണ്ണൂർകാരനാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം, മാർ പാംപ്ലാനി താങ്കൾ വിശ്വാസികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഞാൻ കണ്ണൂർകാരനാണ്, എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. നിങ്ങൾക്ക് ഷൈജുവാനോട് ഇങ്ങനെ പറയുവാനുള്ള ധൈര്യമുണ്ടോ മാർ പാംപ്ലാനി എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഷൈജുവാനെയും പാർട്ടിയും ഒക്കെ മാർ ആൻഡ്രൂസ് താരത്തിനോട് മുട്ടുകാലി ഞങ്ങൾ തല്ലി ഒടുക്കിവിടുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കട്ടയും പടവും മടക്കി മാർ ആൻഡ്രൂസ് താഴത്ത് തൃശ്ശൂരേക്ക് വെച്ച് പിടിച്ചതാ. അപ്പോൾ അവർക്കൊന്നുമെതിരെ മറുപടി പറയാൻ നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷൈജുവാനെയും കൂട്ടരെയും ഭയമാണ്, വിശ്വാസികളെ നിങ്ങൾ തിരിച്ചു ഭയപ്പെടുത്തുന്നു. ഇതെവിടുത്തെ ന്യായമാണ് മാർ പാംപ്ലാനി എന്ന് മാത്രമേ മാർ പാംപ്ലാനിയോട് ചോദ്യമുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസികളെ ഭയപ്പെടുത്തുവാനും അവരുടെ മുകളിൽ കുതിര കയറുവാനും അവരുടെ സ്ത്രീജനങ്ങളെ ഭീഷണിപ്പെടുത്തുവാനും ഒക്കെ മാത്രമല്ലേ അറിയത്തുള്ളൂ. വിശ്വാസികളായ സ്ത്രീകളെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞും ദൈവിക ശാപത്തിന്റെ കാര്യം പറഞ്ഞുമൊക്കെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞ കാര്യം പോലും അനുസരിക്കാതെ സാത്താൻ ബാധിതരായ വിമതർക്ക് വേണ്ടി നിങ്ങൾ കുഴലൂത്ത് നടത്തുന്നു. അതല്ലേ മാർ പാംപ്ലാനി നിങ്ങൾ ചെയ്യുന്നത്? ഇവരെല്ലാം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരുണ്ടെന്നാ ഇവിടെ പ്രധാന ക്രമത്തിൽ ആൾക്കാരെ നോക്കിയാണ് ഡിസൈഡ് ചെയ്യുന്നതല്ലോ. നമ്മൾ ആരും ആൾക്കാരെ നോക്കിയാണ് ഡിസൈഡ് ചെയ്തത്. ഞങ്ങളെ സംബന്ധിക്കുന്ന സഭയുടെ തീരുമാനം എടുത്തു. നാളെ സഭ മറിച്ചൊരു തീരുമാനം ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേട്ടേ. സമവായം പരിപാടി ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുക, എറണാകുളം അങ്കമാലി അഭിവൃദ്ധിക്ക് വേണ്ടി വേരിയന്റ് കൊടുത്ത് നിങ്ങൾ അപ്പോഴും മുകളിൽ വന്ന് വർദ്ധിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ
ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കുറച്ച് എടുക്കുന്നവരെ ഒരു ജനാബ കുർബാന പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് ഞങ്ങളുടെ ഒരു സംശയം, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ സർക്കുലർ, ആദ്യമായിട്ട് ഒരു സർക്കുലർ ഇറങ്ങുന്നത് 2-ാം തീയതി വായിച്ചില്ലെങ്കിൽ 9-ാം തീയതി വായിച്ചാലും മതി. അതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ കൂടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഇന്നിപ്പോ വിഭൂതിയായിട്ട് ചില നമ്മുടെ ശിരോമണവാസയുടെ കുടുംബം അനുസരിച്ച് തിങ്കളാഴ്ചയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നമ്മുടെ ചില പള്ളികളിൽ ബുധനാഴ്ച നടക്കുന്നു, ചില പള്ളികൾ തിങ്കളാഴ്ച നടക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുറിച്ച് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വിഷമ വികാരം പിതാവ് മനസ്സിലാക്കണം. അല്ലാതെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്ന പിതാവിനെ പേടിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. കാരണം പിതാവിനെ നേരത്തെ കാണാൻ വന്നപ്പോൾ പിതാവ് ഞങ്ങളോട് ഭാഷ പറഞ്ഞു, ഞാൻ കണ്ണൂരുകാരനാണ്, നിങ്ങൾ പേടിപ്പിക്കുക. ഞങ്ങൾ പിതാവിനെ പേടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പിതാവിനോട് റെസ്പെക്ട് ഉണ്ട്. ഞങ്ങളിവിടെ വന്നതിന്റെ കാരണം ഞങ്ങൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. സഭ പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ആ കുർബാന കിട്ടണം. അതിന് പകരമായിട്ട് ഷൈബു വാങ്ങിയെ പോലുള്ള ആൾക്കാരെ വിളിച്ച് സഭകാരം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് വികാരമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സഭയുടെ തലവനായിട്ട് തട്ടിൽ പിതാവിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിതാവിന്റെ സെക്രട്ടറി ആയ തുരുത്തിപ്പുറം ഗുണ്ടായുസമാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. വെറും ഗുണ്ടായുസം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. ഞങ്ങളുടെ പേഷ്യൻസിനെ പുള്ളി ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ പിതാവിനെ കാണാൻ വന്നാൽ പോലും ഞങ്ങൾ 4 പേരെ അല്ലാതെ കാണുന്നത്. എന്തിനാണ് പിതാവിനെ പേടിക്കുന്നത്? എന്തിനാണ് പിതാക്കന്മാരെ ഞങ്ങളെ പേടിക്കുന്നത്? ഞങ്ങളുടെ സഭയുടെ ഒന്നാന്തരം കുഞ്ഞാളുക വിശ്വാസികളാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഈ സമവായ കുർബാന അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ സമവായം എന്ന് പറയുന്ന ആരുടെ സമവായം ചെയ്യുന്നത്? മുമ്പ് കുറച്ച് പിതാക്കന്മാരും കുറച്ച് സമവായം ഞങ്ങൾക്കും അറിയാം. 2 ദിവസം കഴിഞ്ഞ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തി തന്നെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും നമുക്ക് സമമാണ്, ഞായറാഴ്ചയാണ് നമുക്ക് കുർബാനല്ല. ഇവിടുത്തെ അച്ഛന്മാരെ റെപ്രസെന്റ് പറയുന്ന ഷൈജു പറഞ്ഞ ആൾക്കാരാണ്. ഇവിടെയൊക്കെയാണ് ഞങ്ങൾ മാനിക്കേണ്ടത്. ഞങ്ങളൊന്നും ഒരു പിതാക്കന്മാരുടെ കാല് തല്ലിയടിക്കാതെ കൈ തല്ലിയടിക്കാതെ എന്നവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പിതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പിതാവിനെ സമാധാനത്തോടെ കാണാൻ പിതാവ് പറയുന്നത് ഞാൻ കണ്ണൂരുകാരൻ നിങ്ങൾ പേടിപ്പിക്കരുത്. ഞങ്ങൾ ആരെയും പേടിപ്പിക്കുന്നില്ല. ഞങ്ങൾ എത്ര പ്രാവശ്യം വേണ്ടി ജിസ്മോനത്തിനോട് പോലും ഞെട്ടിപ്പോയി. ഞങ്ങൾ ഒച്ച സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒച്ചെടുക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഞങ്ങളുടെ ഡിമാൻഡ്സ് ഒന്ന്, ജനാബ കുർബാനോ വേറെ കുർബാന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പാടില്ല. സമവായം ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നമ്പർ 2, ഈ പണം അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഏത് പിതാക്കന്മാരോട് ചോദിക്കും കാനോൺ നിയമപരമായിട്ട് അത് പാമ്പാരത്തിന്റെ കയ്യിലായിരിക്കും നടന്നുകൊണ്ടിരിക്കാന്ന് പറയും. അത് സ്ലോ ഡൗൺ ആയിരിക്കുന്നു, അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നില്ല. ചില പിതാക്കന്മാർ പറയുന്നു അത് സ്ലോ ഡൗൺ മക്കളെ നടക്കരുതെന്ന് പറയുന്നു. ചില ആൾക്കാർ പറയുന്നത് നടക്കുമെന്ന് പറയുന്നു. ഇനി ബസ്സിലേക്ക് കുർബാന ചൊല്ലി 34 അച്ഛന്മാരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ് അന്ന് നമുക്ക് സഭയ്ക്ക് കാനോനികമായിട്ടുള്ള സമിതി ഇല്ല, നമ്മുടെ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ആരോടെ പറയുന്നത്? അപ്പൊ ഞങ്ങളെയൊക്കെ സമയത്തോളം ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാൽ ഈ സമവായ കുർബാന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓരോ പ്രാവശ്യം വന്ന് പിതാവിനോട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പിതാവ് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി തരാറില്ല. ഞങ്ങളെല്ലാം ആശ്വസിപ്പിച്ചു വിടും, പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടാറില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അന്ന് രാത്രി 21 അച്ഛന്മാർ തുണ്ട് പേപ്പറുമായിട്ട് വന്നിട്ട് ആ തുണ്ട് പേപ്പർ പിതാവ് സൈൻ ചെയ്ത് കൊടുത്തത് തന്നെയാണ്. വളരെ വ്യക്തമാണ്. അപ്പൊ ഞങ്ങളെ സിനഡും പിതാക്കന്മാരും കളിപ്പിക്കുന്നു. എന്തിന് ഞങ്ങളുടെ ഇടവയിൽ 2 വിധത്തിലുള്ള വിവേചനം ഉണ്ടാക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ ഇടവാങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ട് അടുപ്പിക്കുന്നു? ഹസ്ബൻഡ് വേറെ കാര്യത്തിന് വേണ്ടിയിരിക്കുന്നു, വൈഫ് വേറെ കാര്യത്തിന് വേണ്ടിയിരിക്കുന്നു. കാരണം തമ്പുറത്തിയവർക്ക് അച്ഛന്മാരെ പേടി, അച്ഛന്മാരെ പ്രാഗെ ഏൽക്കുന്ന പറയുന്നത്. ഈ കള്ളത്തരം കാണിക്കുന്ന പ്രാഗിയാണ് ഏൽക്കോ? എന്തുകൊണ്ട് ഞങ്ങൾ കേസ് പോയത്? നിങ്ങൾ പിതാക്കന്മാർ നീതി അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കേസുമായിട്ട് പോയത്. അല്ല, ഞങ്ങൾക്ക് ആർക്കും കേസ് പോകാൻ താല്പര്യമില്ല. 1 ലക്ഷം 1.5 ലക്ഷം രൂപ ഞങ്ങൾ മുടക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും കേസുമായിട്ട് പോകാൻ താല്പര്യമില്ല. അതെന്താ നിങ്ങൾ വെക്കുന്ന ഉപായം എന്താ? അവരൊരു കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് വിട്ടു. എന്ത് ന്യായം? കേസ് പിൻവലിക്കണം എന്ന് പറയാൻ പറ്റാരം. ഞങ്ങളുടെ പോക്കറ്റിലെ കാശ് കൊടുത്തില്ല കേസ് കൊടുത്തേക്കരുത്. ഇവിടെ മാർ പാംപ്ലാനി പറയുന്നത് സമവായ ഫോർമുല എന്റേതല്ല, അത് സിനഡ് അംഗീകരിച്ചതാണ്, അല്ലെങ്കിൽ സിനഡാണ് അതിന്റെ പുറകിൽ എന്ന രീതിയിലാണ് പാംപ്ലാനി പറയുന്നത്. സിനഡാനന്തര സർക്കുലറിൽ വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഒരു കുർബാന അർപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സമവായം എന്നാണ് പാംപ്ലാനി വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുവാൻ നോക്കുന്നത്. എന്നാൽ മാർ പാംപ്ലാനിയെക്കാളും ഈ കാര്യത്തിൽ വ്യക്തതയുള്ള വിശ്വാസികൾ കൃത്യമായ കാര്യങ്ങൾ മാർ പാംപ്ലാനിയെ വിശദീകരിച്ച് കേൾപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം ഈ സമവായത്തിന്റെ പിറകിൽ ആരാണ് എന്നുള്ളത് വിശ്വാസികൾ കൃത്യമായി പറയുന്നു. അത് മാർ പാംപ്ലാനി തന്നെയാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അപ്പോൾ മാർ പാംപ്ലാനി പറഞ്ഞ മറുപടിക്കും കൃത്യമായ മറുപടി വിശ്വാസികൾ നൽകുന്നുണ്ട്. വിശ്വാസികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സർക്കുലറിന്റെ കാര്യം തന്നെയാണ്. സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും എത്തിക്കുന്ന വൈദികർക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടികൾ നിർത്തിവെക്കും, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ
നടപ്പിലാക്കുകയില്ലെന്ന് മാത്രമാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതിനർത്ഥം നിങ്ങൾ സാത്താൻ കുർബാന ചെല്ലാനല്ല പറയുന്നത്. ചില വൈദികർ അല്ലെങ്കിൽ വൈദിക തൊഴിലാളികൾ പറഞ്ഞത് ഞങ്ങൾ ഏകീകൃത ബലിയർപ്പണം നടത്തുകയില്ല, അങ്ങനെ നടത്തേണ്ടി വന്നാൽ ഞങ്ങൾ ഓശാന പാടി ലോഹയൂരി വിശ്രമ മന്ദിരത്തിൽ പോകുമെന്ന് വരെ പറഞ്ഞ വൈദിക ഗുണ്ടാ തൊഴിലാളി എറണാകുളത്തുണ്ട് എന്നുള്ള കാര്യം വിശ്വാസികൾക്കറിയാം. നമ്മൾ നേരിട്ടത് വീഡിയോ വഴി കണ്ടിട്ടുമുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സർക്കുലറിൽ ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ ഒരു ബലിയർപ്പണമെങ്കിലും ഞായറാഴ്ചകളിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ മാറ്റിവെക്കും. അല്ലാതെ ഒരു ബലി ഏകീകൃത ബലിയും മറ്റുള്ളത് സാത്താൻ ബലിയും അർപ്പിക്കുവാൻ ഒരിടത്തും സിനഡോ മെത്രാന്മാരോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള നഗ്ന സത്യമാണ് വിശ്വാസികൾ ഇവിടെ വിളിച്ചു പറയുന്നത്. അത് കേൾക്കുമ്പോൾ മാർപ്പാമ്പ്ലാനിക്ക് ഉത്തരം മുട്ടുന്നതും നമ്മൾക്ക് കാണാം. ഇതാണ് സത്യം. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ വന്നതിന് കാരണം ഞങ്ങളെ ഇന്ന് ഇവിടുന്ന് പിതാവ് സമാധാനത്തിൽ വിട്ടിട്ട് യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് തീരുമാനങ്ങൾ വേണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രസ്താവനകളോട് ഞങ്ങൾ മുന്നോട്ട് വരും. പിതാക്കന്മാരെ വഴിയിൽ തടയുന്ന ഉൾപ്പെടെ കാര്യം ചിരിക്കൊന്നും വേണം. വഴിയിൽ തടയുന്ന കാര്യങ്ങൾ ചെയ്യും. പിതാക്കന്മാരെ വഴിയിൽ ഞങ്ങൾ ഡൂ ഓർ ഡൈ സിറ്റുവേഷൻ. ഞങ്ങൾ അത്ര വിഷമിക്കും, അത്ര മാനസിക വിഷമം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉചിതമായിട്ട് തീരുമാനമെടുക്കുന്നതല്ലാതെ മൗണ്ടിൽ ഇരുന്നുകൊണ്ട് വിമതന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവരെ മാത്രം അനുകൂലിച്ച് സമവായം എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ട് സൈഡിലുള്ള ആൾക്കാർ വിളിക്കുന്ന സമവായം എന്ന് പറയുന്നത് ഇവിടുത്തെ സമവായമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിപ്ലൈ ഉണ്ടാവുക കാരണം ഇല്ല എങ്കിൽ ഞങ്ങൾ മറ്റേ പണ്ട് ഞങ്ങൾ കിടന്ന പോലെ റാലിയും തോന്നുന്നു മറ്റേ സത്യാഗ്രഹം ഓർക്കണം. സഭയോട് ബന്ധപ്പെട്ട നമ്മൾ 65 ദിവസം സത്യാഗ്രഹം നടന്നപ്പോ ഒരു പിതാക്കന്മാരും ഇവിടെ വന്നിട്ടില്ല. ഈ തെമ്മാടിക്കൂട്ടങ്ങളുടെ കട്ടിൽ സമരം നടത്തിയപ്പോ എല്ലാ പിതാക്കന്മാരും ആശീർവദിച്ചു പോയി. ഈ സീറോ മലബാർ സഭയിലെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ സഭ പറയുന്ന അംഗീകരിക്കുന്ന ആൾക്കാരാണ് എന്നും പറഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ അറ്റാക്ക് നിർത്താൻ പറഞ്ഞ് ഞങ്ങൾ നിർത്തത്തില്ല. ടേസ്റ്റ് വിട്ടു കഴിയാൻ പറഞ്ഞ് ഞങ്ങൾ നിർത്തത്തില്ല. നിങ്ങൾ കുർബാനയോട് ഒന്നും ഞങ്ങൾ കേൾക്കും. കാരണം ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങളുടെ ജീവിതം അത്ര മോശമാണ്. കരയാണ്. അപ്പം പിതാവിനെയൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി വരും. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് 4 പേര് 2 പേര്. അതുപോലെ തന്നെ ഞാൻ പിതാവിനോട് കഴിഞ്ഞ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പം വേണം വിളിച്ച് കേൾപ്പിച്ചേക്കാം. സീറോ മലബാർ സഭയുടെ തലവന്റെ സെക്രട്ടറിയെ വിളിച്ച ദാദാഗിരി ഒരു അപ്പോയിന്റ്മെന്റ് വിളിച്ച ദാദാഗിരിയാണ്. നിങ്ങൾക്ക് ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എത്ര ആൾ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾ 18ഓളം 20ഓളം പിതാക്കന്മാരെ രാമനാഥൻ വരെ പോയി കണ്ടെന്നേ ഒരു പ്രയോജനമില്ല. അപ്പൊ ഓരോ സിനഡിന് ഫ്രണ്ടിലും ഓരോ സിനഡിന് മുമ്പിലും ഞങ്ങൾ സമാധാനപരമായിട്ട് ലെറ്റർ കൊടുക്കും. പിതാക്കന്മാരെ കാണും, കൈമുത്തും കാര്യങ്ങൾ. ഇനി കൈമുത്താണെന്ന് ഉദ്ദേശിച്ചില്ല. വേറെ കാര്യം പിതാവ് കണ്ണൂരുകാരനാണോ പാലക്കാരനാണോ അവരുടെ വിഷയം. ഇവിടെ ഞങ്ങളുടെ വിഷയം സീറോ മലബാർ സിനഡ് അംഗീകരിക്കുന്ന പോപ്പ് അംഗീകരിക്കുന്ന കുർബാനമാണെന്നുള്ളത്. അത് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കണം. അതിന്റെ അകത്ത് വിഷം ചേർക്കാൻ ഒരു ചെയ്താലും സുപ്രീം കോടതി വരെ 1000 കേസുകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കും. അത് മാത്രമല്ല പിതാക്കന്മാരെ ഞങ്ങൾ വഴിയിൽ തടയും. ഇത് ഈ 19 പേരുടെ കണ്ടത് വിചാരിക്കണ്ട. ഞങ്ങൾ ശക്തമായ പരിപാടികളായിട്ടാണ് അതിനോട് ജോലികൾ രാജ്യത്ത് ഇറങ്ങാൻ തയ്യാറാണ്. കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ വീടുകളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഇതിന് പിതാവ് വളരെ വ്യക്തമായിട്ട് മറുപടി പറയണം. ഇവിടെ വിശ്വാസികൾ വ്യക്തമായി അവരുടെ ഡിമാൻഡുകൾ അല്ലെങ്കിൽ സഭയുടെ തന്നെ ഡിമാൻഡുകൾ അവർ പാമ്പ്ലാനിയോട് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം എന്താണ് അവര് പറഞ്ഞത്. അവര് പറയുന്ന 3 പോയിന്റേ ഉള്ളൂ. ഒന്ന്, ഏകീകൃത ബലിയർപ്പണം അല്ലാതെ മറ്റൊരു രീതിയിലുള്ള സാത്താൻ ബലിയർപ്പണവും ഞങ്ങൾക്ക് വേണ്ട. എറണാകുളത്ത് ഞങ്ങൾ അത് അനുവദിക്കത്തില്ല. 2, അരമന ആക്രമണത്തിൽ പങ്കെടുത്ത 21 വൈദിക ഗുണ്ടാ തൊഴിലാളികൾക്കെതിരെ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണം. അതും സഭാ നടപടികൾ തന്നെ സ്വീകരിക്കണമെന്നാണ് രണ്ടാമത്തെ അവരുടെ ഡിമാൻഡ്. മൂന്നാമത് അവര് പറയുന്നത് ഈ 35 വൈദിക തൊഴിലാളികൾ ബസലിക്കയിൽ 16 മണിക്കൂർ നീണ്ട സാത്താൻ ബലിയർപ്പണം നടത്തിയപ്പോൾ അവർക്കെതിരെയുള്ള നടപടികൾ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അതിന് വളരെ വിചിത്രമായ മറുപടിയാ സഭാ നേതൃത്വം പറഞ്ഞത്. അവർ പറഞ്ഞത് ആ സമയത്ത് കാനോനിക സമിതികളില്ലായിരുന്നു. നാണമാകുന്നില്ലേ മെത്രാൻ സിനഡ് അല്ലെങ്കിൽ എറണാകുളത്തെ അതിരൂപത നേതൃത്വമേ, നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? കാനോനിക സമിതി എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? അന്ന് ആ സമയത്തൊന്നും കാനോൻ നിയമം ഇല്ലായിരുന്നോ? അന്ന് സഭാ നിയമം ഇല്ലായിരുന്നോ? സഭയ്ക്കെതിരായിട്ട് സമരപ്രഖ്യാപനമായിട്ട് സമരരീതിയായിട്ട് പരിശുദ്ധ കുർബാനയെ സമര ആയുധമാക്കിയ വൈദിക തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കാൻ സഭാ നിയമങ്ങൾ നിങ്ങൾക്കില്ലേ? നാണമാകുന്നില്ലേ നിങ്ങളെന്ന് മാത്രമേ ഇവരോട് ചോദിക്കുവാനുള്ളൂ. നമുക്ക് ഏതായാലും വിശ്വാസികളുടെ ആവശ്യങ്ങൾ കേൾക്കാം. 3 കാര്യത്തിലാണ് പിതാവിന്റെ മറുപടി ഇടുന്നത്. ഒന്ന്,
എറണാകുളം അങ്കമാലി അതിലുള്ള എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന മാത്രമേ രണ്ട് ജയ് ക്രൈസ്റ്റ് സമവായം എന്ന പരിപാടി റദ്ദാക്കിയേ പറ്റൂ. ലീഗക്കാരായ അച്ഛന്മാർക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ സർക്കുലർ ഇറക്കുന്നു. ആ നടപടികൾ എത്രയും വേഗം നടപ്പിലാക്കണം. സമവായം എന്ന് പറഞ്ഞ് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത്. 1-ാം നമ്പറുകാരൻ പിതാവാണ്. ഇത് ഈ ഒപ്പിട്ടിരിക്കുന്ന ഷൈജു ആന്റണി ആയിട്ട് പിതാവ് ഒപ്പിട്ടിരിക്കുകയാണ്. ഇത് പിതാവാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത്. പിതാവ് കഴിഞ്ഞ ജൂലൈ മാസം ഒപ്പിട്ടിരിക്കുന്നതാണ്. തീരുമാനം കിട്ടിയേ പറ്റുള്ളൂ. അല്ല പിതാവ് പറയട്ടെ. നിങ്ങൾക്ക് ഒച്ചയെടുത്ത് പേടിക്കുന്നവരുണ്ടാകാം. സത്യത്തിൽ ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല. പറയാൻ പറ്റുള്ളൂ. കണ്ണൂർ കാണുകയും ഞങ്ങൾ എറണാകുളമാണ്. നിങ്ങളുടെ ഇത്തരം പ്രകടനങ്ങൾ കാണുന്നതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും മറുപടി കിട്ടാൻ ഞാൻ ശാന്തമായി നിങ്ങൾ പറഞ്ഞ് കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെ ഈ അമിത ആവേശത്തിന്റെ ആവശ്യമില്ലല്ലോ. എത്ര വർഷമായി പിതാവേ? ഒന്നാമത്തെ ചോദ്യം, ഈ സമവായ കുർബാന ഞാൻ ഉണ്ടാക്കിയതാണോ ഇവരുമായിട്ട് ഒപ്പിട്ടതാണോ സിനഡ് അംഗീകരിച്ചാണോ? ചോദ്യത്തിന്റെ അതിന്റെ ഉത്തരം ജൂൺ 21-ാം തീയതി സിനഡ് അനന്തര സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ നിങ്ങൾ വായിക്കുക. അതിൽ ഈ ഞായറാഴ്ച ഒരു കുർബാന ചെല്ലുന്നതിനെ കുറിച്ച് സിനഡ് തീരുമാനിച്ചത് എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. സിനഡിന്റെ തീരുമാനമാണോ അല്ലയോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്നുള്ള സിനഡിന്റെ തീരുമാനം എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. അതാണ് ഇവിടെ ധാരണ. 9/6 കഴിഞ്ഞാണോ 21 ഓൺലൈൻ സിനഡ് നടന്നതിന് ശേഷം 21-ന് ഒരു സിനഡാന്റെ സർക്കുലർ ഇറങ്ങി. അതിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലി തുടങ്ങുന്നവർക്ക് ശിക്ഷാ നടപടി ഈ സമവായാണ്. ശാന്തമാകും. എന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് സഭയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ മറുപടി ആ സർക്കുലർ വായിക്കുക. 2, ഏകീകൃത രീതിയിൽ എറണാകുളത്ത് മുഴുവനും കുർബാന ചെല്ലണമെന്നാണ് ഞങ്ങൾ എല്ലാവരും, എല്ലാ പിതാക്കന്മാരും ഞാനും ആഗ്രഹിക്കുക. പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹം അതാണ്. മൂന്നാമത്തെ ചോദ്യം, ഈ പറഞ്ഞ ശിക്ഷാ നടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികൾ, ആ ശിക്ഷാ നടപടികൾ എടുത്തിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നതാണ്. ട്രിബ്യൂണൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കി അത് ഞങ്ങൾക്ക് എന്താണ് നടപടി എടുക്കേണ്ടതെന്ന് പറയും. അതെങ്കിലും വിലക്കാൻ പാടില്ലേ പിതാവിന്? അതെങ്കിലും വിലക്കാൻ പാടില്ലേ? അച്ഛനെ നല്ല ഒരച്ഛനെയും കൈകാര്യം ചെയ്യാൻ ഞാൻ അനുവദിക്കുക. അതിന്റെ ഉത്തരവുണ്ടെന്നേ.
പൊസിഷനിലുള്ള ഒരാള് അതിനെ ധിക്കരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കൂടുതൽ ഗൗരവമാണ്. ആ സസ്പെൻഷനെ കൂടുതൽ ഗൗരവമുള്ള തെറ്റാക്കി മാറ്റുന്നു. അവർക്കെതിരെയുള്ള ശിക്ഷാനടപടി എന്താണ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ഈ അനുസരണക്കേടും അതിൽ പരിഗണിക്കപ്പെടും. നിങ്ങളോ പിതാവേ വലിയ ആഴ്ചകളെ വരുന്ന പിതാവ് വലിയ ആഴ്ചകളെ വരുന്ന ഞങ്ങൾ എന്ത് ചെയ്യണം? പിതാവ് പറഞ്ഞ മറുപടി പറയണം. ഏതായാലും പണ്ടത്തെ കാലമൊന്നുമല്ല. വിശ്വാസികൾ ഇപ്പോൾ സഭാ നിയമങ്ങളും സഭയുടെ ഔദ്യോഗിക ആരാധനാക്രമവും ഒക്കെ കൃത്യമായി പഠിച്ചു എന്നുള്ളത് മാർ പാംപ്ലാനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഇവരെ ഒന്നും കുപ്പിയിലിറക്കാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ പാംപ്ലാനി കട്ടയും പടവും ഒക്കെ മടക്കി തിരിച്ചു പോവാൻ ഒരുങ്ങുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവരെ പറഞ്ഞു പറ്റിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ മെത്രാന്മാരൊക്കെ ചെയ്യുന്ന അതേ പണി തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഈ വൈദിക തൊഴിലാളികൾ ചെയ്യുന്ന പണിയാണല്ലോ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച് കുപ്പിയിലിറക്കുക എന്നുള്ളത്. അത് തന്നെ മാർ പാംപ്ലാനിയും ഇവിടെ നടപ്പിലാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ വിശ്വാസികൾ ആ ചതിക്കുഴിയിൽ വീണില്ല. കാരണം അവർ മടുത്തു. കഴിഞ്ഞ് 3-3.5 വർഷമായിട്ട് ഇവരുടെ ഇത്തരം അസംബന്ധങ്ങൾ കേട്ട് വിശ്വാസികൾ മടുത്തിരിക്കുക. അവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. വിഭൂതിയുടെ ദിവസം പോലും പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ അവരും കുട്ടികളും വലയുമ്പോൾ അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. അതാണ് വിശ്വാസികൾ ഇവിടെ പറയുന്നത്. എന്നാൽ മാർ പാംപ്ലാനിക്ക് വിശ്വാസികൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെന്തിനാണ് മാർ പാംപ്ലാനി തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് കെട്ടുകെട്ടി വന്നത് എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ചോദിക്കുന്നത്. മാർ ആൻഡ്രൂസ് താഴ്ത്തിനെ കൊണ്ട് നടക്കാത്ത കാര്യം മാർ പാംപ്ലാനിയെ കൊണ്ട് ഒട്ടുമേ നടക്കത്തില്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാത്താൻ ബലിയർപ്പണം ആഗ്രഹിക്കുന്ന സഭാവിരുദ്ധ വിമതരുടെ വിജയം മാത്രമാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്നും സഭാ വിശ്വാസികൾക്കൊപ്പമല്ല. ഏതായാലും തോറ്റു പിൻവാങ്ങുന്ന അല്ലെങ്കിൽ സഭാവിശ്വാസികളുടെ മുമ്പിൽ മുട്ടുമടക്കി മറുപടിയില്ലാതെ പുറംതിരിച്ചോടുന്ന മാർ പാംപ്ലാനിയാണ് നമ്മൾ കാണുന്നത്. ജനങ്ങൾ ഉടനെ വിളിച്ചു പറഞ്ഞു, സമവായ പാംപ്ലാനി പുറത്തു പോവുക, സമവായ പാംപ്ലാനി പുറത്തു പോവുക. ശരിക്കും അത് തന്നെയാണ് സത്യം. മാർ പാംപ്ലാനി പുറത്തു പോവും, അതാണ് നല്ലത്. തലശ്ശേരിയിൽ പോയി ഇരിക്കുക. എറണാകുളത്തുള്ള വിശ്വാസികളെ ചതിക്കുവാൻ എന്തിനാണ് മിസ്റ്റർ പാംപ്ലാനി ഈ എറണാകുളത്ത് വന്ന് വിശ്വാസികളുടെ ഉള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്നത് എന്ന് സ്വയം മിസ്റ്റർ പാംപ്ലാനി ചിന്തിക്കണം. കാരണം മാർ പാംപ്ലാനി വിളിക്കുവാനുള്ള യോഗ്യത താങ്കൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഒരു മെത്രാന് ചേരുന്ന സംസാരമോ പ്രവൃത്തിയോ ഒന്നുമല്ല താങ്കൾ ചെയ്തത്. വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന ആളാണോ മെത്രാൻ എന്ന് സ്വയം ചിന്തിക്കണം. വിശ്വാസികൾക്ക് വേണ്ടി ജീവിക്കുന്ന, വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയല്ലേ ഒരു മെത്രാൻ ആകേണ്ടത്? ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിൽക്കേണ്ട മെത്രാൻ വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണോ? അപ്പോൾ ദൈവം മനുഷ്യനെ വെല്ലുവിളിക്കുന്നു എന്നാണോ നിങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്നത്? വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന, അവരുടെ മുമ്പിൽ ധാർഷ്ട്യം കാണിക്കുന്ന മാർ പാംപ്ലാനിയെ മിസ്റ്റർ പാംപ്ലാനി എന്ന് പോലും വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുക. ഏതായാലും പുറംതിരിഞ്ഞോടുന്ന മാർ പാംപ്ലാനിയോട് വിശ്വാസികൾ പറയുന്നത് സമവായ പാംപ്ലാനി പുറത്തു പോവുക എന്നാണ്. നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.